എന്തായാലും ഇങ്ങനൊരു അവസരം തന്നിട്ടുള്ള എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് കൂടിയാണ്. പല ക്രൈസിസ് സമയത്തും അദ്ദേഹം കൂടെ നിന്ന് വളരെയധികം സപ്പോർട്ട് തന്നിട്ടുണ്ട്. കാരണം ചില നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ചില പ്രവണതകളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ആ കാര്യങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കരുത്തുറ്റ നേതൃത്വവും സപ്പോർട്ടും കൊണ്ട് മാത്രമാണ് പല വേദികളിലും പറഞ്ഞല്ലോ ഒരു 85%, 90%, ഇവൻ 95% ആൾക്കാരും ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. അതിനൊന്നും യാതൊരു സംശയമില്ല. കുറച്ച് പേർക്ക് മറ്റ് പ്രശ്നങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റ് തൊഴിലൊക്കെ ഞാൻ ആദ്യകാലങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ മറ്റ് തൊഴിലിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിൽക്കുന്നതുകൊണ്ട് അവർക്ക് താല്പര്യമില്ല. അവർ താല്പര്യമില്ലാത്ത ആൾക്കാർ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്ത് ബാക്കിയുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നുള്ള ഖേദകരമായിട്ടുള്ളൊരു സിറ്റുവേഷൻ KSRTCയിലുണ്ട്. അല്ലാതെ എനിക്കെതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞ് എന്നെപ്പറ്റി എത്രയോ ആൾക്കാർ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്, പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്, മൈക്ക് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ 153 ദിവസത്തോളം എന്നേക്കാളും മോശമായിട്ടുള്ള ആളില്ല എന്ന് പറഞ്ഞിട്ടും ഞാൻ ഒരു ദിവസം പോലും അവർക്കെതിരായിട്ട് പ്രതികരിക്കുകയോ ഒരു ദിവസം പോലും അവർക്കെതിരായിട്ട് ശിക്ഷണ നടപടി എടുക്കുകയോ ഇത് ചെയ്തിട്ടില്ല. എനിക്ക് വിഷമം ഉണ്ടായിട്ടുള്ളത് എൻ്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തിയപ്പോൾ മാത്രമാണ് വിഷമം ഉണ്ടായത്. ശ്രീ ഗണേഷ് കുമാർ അവർ മന്ത്രിയായിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് KSRTCയെ സംബന്ധിച്ചിടത്തോളം പ്രമോദിനെ പോലെ കരുത്തനായിട്ടുള്ള ഓൾഡ് ഏജ് സർവീസിൽ നിന്ന് അത് മദ്രാസ് IITയിൽ നിന്ന് MTech മറ്റുമൊക്കെ എടുത്ത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ MTech എടുത്തിട്ടുള്ള പ്രമോദ് അവിടെ ഉണ്ട്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഓഫീസേഴ്സ് അവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പല തലങ്ങളിലേക്ക് ഇപ്പം പ്രൊമോഷൻ കൂടെ നടപ്പാക്കി കഴിഞ്ഞാൽ വളരെ മിടുക്കരായിട്ടുള്ള പല ഉദ്യോഗസ്ഥരും പല തലങ്ങളിലും വരുന്നുണ്ട്. എല്ലാവരും കൂടെ ഒത്തുപിടിച്ചു കഴിഞ്ഞാൽ KSRTC മുന്നോട്ട് പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ വളരെയധികം സ്നേഹിക്കുകയും എന്നെ വളരെയധികം സ്നേഹിക്കുകയും ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനമാണ് KSRTC. ഞാൻ സ്നേഹിക്കാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേരളത്തിൻ്റെ ഒരു അഭിമാന പ്രസ്ഥാനമാണ്. അതിൻ്റെ അമരക്കാരനായിട്ട് ഏതാണ്ട് ഞാൻ വരുന്ന സമയത്ത് 36,000-ഓളം ആൾക്കാരാണ് KSRTCയിലുണ്ടായിരുന്നത്. ഇപ്പോഴും ഏതാണ്ട് 29,000-ഓളം ആൾക്കാരുണ്ട്. അപ്പോൾ അത്രയും സുഹൃത്തുക്കളെ നയിക്കാൻ പറ്റുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. അത് ഗവൺമെൻറ് എന്നെ വിശ്വാസപൂർവ്വം ഏൽപ്പിച്ച ഒരു ജോബാണ്. ഞാനത് ചെയ്തത് ശരിയാണോ അല്ലയോ എന്നൊക്കെ ഉള്ളത് നിങ്ങളും കാലവും ജനങ്ങളും ഒക്കെ വിലയിരുത്തട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ പഠന കളരിയായിരുന്നു. പല കാര്യങ്ങളും പഠിച്ചതും കണ്ടതും കേട്ടതും ഒക്കെ തന്നെ പ്രയോഗിച്ച് പ്രായോഗിക രീതിയിൽ വരുത്താനായിട്ട് സാധിച്ചു. ഞാൻ എൻ്റെ നേട്ടങ്ങളൊന്നും ഞാൻ എണ്ണി പറയാൻ ഉദ്ദേശിക്കുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. അതൊക്കെ നിങ്ങൾക്ക് വിലയിരുത്താവുന്ന കാര്യമാണ്. പക്ഷെ എൻ്റെ കോട്ടങ്ങളെ പറ്റി എനിക്ക് പറയാനുണ്ട്. അതിലേറ്റവും വലിയ കോട്ടം എന്ന് പറയുന്നത് കൃത്യമായിട്ട് സാലറി തന്നില്ല എന്നുള്ളത് തന്നെയാണ്. കൃത്യമായിട്ട് സാലറി എന്ന് പറയുമ്പോൾ 5-ാം തീയതിക്കുള്ളിൽ തന്നില്ല എന്നുള്ളത്. കഴിയുന്നതും ഒരു മാസം എങ്ങാണ്ടൊഴികെ എല്ലാ മാസവും 2ആയിട്ടാണെങ്കിലും തരാൻ പറ്റിയിട്ടുണ്ട്. ഗവൺമെൻറ് സഹായം ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത, ഇംഗ്ലീഷിലൊരു വാക്കുണ്ട്, നെക്ക് ഡീപ്പ് ക്രൈസിസ് എന്ന് പറയും. നെക്ക് ഡീപ്പ് ക്രൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴുത്തറ്റം മുങ്ങി നിൽക്കുന്ന ഒരവസ്ഥയിലാണ് KSRTC എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇത് കാലാകാലങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളാണ്. പൊതുഗതാഗതം ഒരിടത്തും ലാഭകരമായിട്ടില്ല. അങ്ങനെയുള്ളൊരു ക്രൈസിസിൻ്റെ പാരമ്യത്തിലാണ് ഞാൻ KSRTC ചാർജ് എടുക്കുന്നത്. കാരണം കോവിഡ് ലോക്ക്ഡൗൺ കഴിഞ്ഞതിന് ശേഷം, കോവിഡ് ലോക്ക്ഡൗൺ 2020 ജൂൺ 8 അത് കഴിഞ്ഞതിന് ശേഷം ജൂൺ 15-നാണ് ഞാൻ ചാർജ് എടുക്കുന്നത്. ഏതാണ്ട് പൊതുഗതാഗതത്തിൽ നിന്ന് ഏറെക്കുറെ എല്ലാ ആൾക്കാരും മാറിപ്പോകുന്ന ഒരു അവസരത്തിലാണ് ഞാൻ ചാർജ് എടുക്കുന്നത്. അതിനുശേഷം ഏതാണ്ട് 6 മാസക്കാലത്തോളം പലതരത്തിലുള്ള റെസ്ട്രിക്ഷൻസ്, ആളുകൾ കൂട്ടം കൂടാൻ പാടില്ല, സീറ്റിൽ ഇരുന്ന് മാത്രമേ യാത്ര ചെയ്യാൻ പാടുള്ളൂ, നിന്നുകൊണ്ട് യാത്ര ചെയ്യാൻ പാടില്ല, അങ്ങനെ തുടങ്ങിയ വളരെയധികം റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. ആ കാലയളവിൽ ഏതാണ്ട് നമുക്ക് പരമാവധി യാത്രക്കാരുടെ എണ്ണം 3.25 ലക്ഷം അല്ലെങ്കിൽ 3.5 ലക്ഷം യാത്രക്കാരായിരുന്നു. അതിൽ നിന്ന് പല വണ്ടികളും, ഞാൻ വരുന്ന സമയത്ത് 1726 വണ്ടി കട്ടപ്പുറത്തായിരുന്നു. അതിൽ പല വണ്ടികളും കണ്ടം ചെയ്യേണ്ട കാലം കഴിഞ്ഞിട്ടും എന്തൊക്കെയോ കാരണം പറഞ്ഞ് ഇങ്ങനെ മാറ്റിയിട്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. പലയിടത്തും വണ്ടി കൂട്ടം കൂടി കിടന്ന് അതിൽ പുല്ലുമൊക്കെ കിളിർത്ത് അങ്ങനെ നിൽക്കുന്ന ഫോട്ടോയും മറ്റുമൊക്കെ വരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ചാർജ് എടുത്തത്.
അതിൽ നിന്ന് എന്തായാലും നമ്മൾ കരകയറിയെന്ന് തന്നെ വേണം പറയാനാണ്. 23.5 ലക്ഷം പാസഞ്ചേഴ്സിലെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ഡിസംബറിലെ കണക്കാണ് 23.5 ലക്ഷം പാസഞ്ചേഴ്സ്. 5400 വണ്ടി ഓടിക്കൊണ്ടിരുന്ന സമയത്ത് ഏതാണ്ട് 28 ലക്ഷം പാസഞ്ചേഴ്സായിരുന്നു നമുക്കുണ്ടായിരുന്നത്. പണ്ടത്തെ കാലമല്ല, അത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. പൊതുഗതാഗതം ലോകത്തെമ്പാടും പൂർണ്ണ രീതിയിൽ റിക്കവർ ചെയ്തിട്ടുള്ള വളരെ ചുരുക്കം സ്ഥലങ്ങളിൽ മാത്രമേ 100% മുകളിലേക്ക് തിരിച്ചു വന്നിട്ടുള്ളൂ. അതേസമയം റെയിൽവേ അതുപോലെ തന്നെ എയർലൈൻസ് അതിലൊക്കെ ഏതാണ്ട് 100% റിക്കവറിയുടെ അടുത്തെത്തിക്കഴിഞ്ഞു. പക്ഷേ നമ്മുടെ ബസ് സർവീസ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും എത്തിയില്ല. അതിന് പ്രധാനമായിട്ടുള്ളൊരു കാരണം ആളുകളെല്ലാം തന്നെ ഈ കോവിഡ് ലോക്ക്ഡൗൺ കാലത്ത് 2 വീലറിലേക്ക് മാറി എന്നുള്ളതാണ്. ഒരിക്കൽ 2 വീലറിലേക്ക് മാറിയ ഒരാൾ അതിൻ്റെ സൗകര്യം നോക്കിക്കഴിയുമ്പോൾ പിന്നെ തിരിച്ചു വരിക എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. ഇന്ന് ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിട്ടുള്ള കോലാഹലം നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. അധികൃതമായും അനധികൃതമായിട്ടും പാരലൽ സർവീസുകളായിട്ട് നടത്താനായിട്ടാണ് പലരും നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പലപ്പോഴും ബദൽ കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. പുതിയ വണ്ടികൾ ഇറങ്ങണം. ഈ KSRTCയിൽ ആദ്യമായിട്ടൊരു സ്ലീപ്പർ വരുന്നത് തന്നെ നിങ്ങൾക്കറിയാം 2020 ശേഷമാണ്. സ്ലീപ്പറിലേക്ക് ഏതാണ്ട് 48%ഓളം ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ സ്ലീപ്പറിലേക്ക് മാറിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് സ്ലീപ്പർ ഇറക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മറ്റ് പഴകിയ വാഹനങ്ങൾ പലതും റീപ്ലേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് വളരെയധികം ഒരു ആശങ്കയുണ്ടാക്കുന്ന ഒരു ഫ്യൂച്ചറാണ് നമ്മുടെ മുന്നിലുള്ളത്. അത് തരണം ചെയ്യാനായിട്ട് KSRTCയിലുള്ള ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന ജീവനക്കാർക്ക് കഴിയുമെന്ന് തന്നെയാണ് എനിക്ക് പ്രതീക്ഷയുള്ളത്. KSRTCയുടെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് ആവശ്യമായിട്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും കുറഞ്ഞ 350 ഓഫീസേഴ്സ് ഇല്ലാതെ ഈ സ്ഥാപനം നല്ലതായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അത്രയ്ക്കധികം ഓഫീസേഴ്സും അതിൻ്റെ ഡെലിഗേഷനും ഉണ്ടാകണം, സുശീൽ ഖന്ന റിപ്പോർട്ടിൽ പറഞ്ഞേക്കുന്നത് പോലെ. എന്തായാലും എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു കാര്യം ഈ കാലയളവിൽ പേ റിവിഷൻ നടത്താനായിട്ട് സാധിച്ചു. ഒരു ലോങ് ടൈം എഗ്രിമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള പല കാര്യങ്ങളും ഇനി ചെയ്യാനുണ്ടെങ്കിൽ പോലും പേ റിവിഷൻ നടത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ പടിയിറങ്ങുമ്പോഴത്തേക്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരുൾപ്പെടെ താഴെ വരെയുള്ള ATO, അസിസ്റ്റൻറ്റ് വർക്ക്സ് മാനേജർ, അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് ഡിപ്പോ എഞ്ചിനീയേഴ്സ് തുടങ്ങിയ എല്ലാ തലങ്ങളിലും പ്രൊമോഷൻ കൊടുത്തിട്ടാണ് ഇറങ്ങുന്നത്. ശമ്പളത്തിൻ്റെ കാര്യത്തിൽ പുതിയ മന്ത്രി അദ്ദേഹം പ്രതിജ്ഞാബദ്ധമാണ്. തീർച്ചയായിട്ടും അദ്ദേഹം ഒരു മുൻകൈ എടുത്ത് നമുക്ക് ആ ശമ്പളമൊക്കെ കൃത്യമായിട്ട് തരുന്ന ഒരു സ്ഥിതി ഉണ്ടാക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും എനിക്ക് വളരെയധികം നന്ദിയുണ്ട് നിങ്ങളോട്. അപൂർവം ചില ആൾക്കാർ പ്രശ്നകാരികളായിട്ട് മാത്രമുള്ളതാണ്. കോടതിയിൽ ഈ കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, വ്യാപകമായി മീഡിയയിൽ വന്നിട്ടുള്ള കാര്യമാണ്. അല്ലാതെ പല വേദികളിലും പറഞ്ഞിട്ടുണ്ട്. ഒരു 85%, 90%, ഇവൻ 95% ആൾക്കാരും ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. അതിനൊന്നും യാതൊരു സംശയമില്ല. കുറച്ച് പേർക്ക് മറ്റ് പ്രശ്നങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റ് തൊഴിലൊക്കെ ഞാൻ ആദ്യകാലങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ മറ്റ് തൊഴിലിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിൽക്കുന്നതുകൊണ്ട് അവർക്ക് താല്പര്യമില്ല. അവർ താല്പര്യമില്ലാത്ത ആൾക്കാർ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്ത് ബാക്കിയുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നുള്ള ഖേദകരമായിട്ടുള്ളൊരു സിറ്റുവേഷൻ KSRTCയിലുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് നോക്കിയിട്ട് കാര്യമില്ല. നമുക്കിത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. ഏതാണ്ട് ശരാശരി 4500-4600 ബസ്സുകളാണ് നമ്മുടെ കേരളത്തിൽ ഓടുന്നത്. അത് ഓടണമെന്നുണ്ടെങ്കിൽ ഒരു ചില്ലറ കാര്യമൊന്നുമില്ല. വളരെയധികം ആൾക്കാരുടെ ആത്മാർത്ഥമായിട്ടുള്ള കൂട്ടായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് മാത്രമാണ് അത്രയും ഓടുന്നത്. അതല്ലാതെ ഇവിടെ ഇരിക്കുന്ന CMDയുടെയോ സെക്രട്ടറിയുടെയോ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരുടെയോ ഒന്നും കഴിവല്ലത്. അത് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഓടിക്കുന്നു, അതിനൊരു നല്ല നേതൃത്വം കൊടുത്തു കഴിഞ്ഞാൽ, കമ്പ്യൂട്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ തീർച്ചയായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നതിൻ്റെ അപ്പുറത്ത് നമുക്ക് എത്തിക്കാൻ സാധിക്കും. അതിൽ എനിക്ക് ചില വിയോജിപ്പുള്ള ചില കാര്യങ്ങളുണ്ട്. സുശീൽ ഖന്ന റിപ്പോർട്ടിൽ പറഞ്ഞേക്കുന്ന പോലെ ഡബിൾ ഡ്യൂട്ടി തുടങ്ങി അതിനെപ്പറ്റിയൊന്നും ഞാൻ പ്രതിപാദിക്കുന്നില്ല. അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ സ്ഥാപനം കുറച്ചുകൂടെ മെച്ചപ്പെട്ട് നിങ്ങൾക്ക് ഇന്നുണ്ടാകുന്ന ബുദ്ധിമുട്ട്, പെൻഷൻകാരുടെ കാര്യത്തിലൊക്കെ എനിക്ക് വലിയ വിഷമമുണ്ട്. നമുക്കത് കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റുന്ന രീതിയിലല്ല എന്നുള്ളത്.
അതുപോലെ തന്നെ ശമ്പളം 2 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കൊടുക്കുന്ന കാര്യത്തിലൊക്കെ വളരെ വിഷമമുണ്ട്. എന്തായാലും എൻ്റെ ജീവിതത്തിലെ വലിയൊരു അവിസ്മരണീയമായിട്ടുള്ളൊരു കാലഘട്ടമായിരുന്നു KSRTC നിങ്ങളോടൊപ്പം പ്രവർത്തിച്ച ഈ ദിവസങ്ങൾ. അത് എനിക്ക് വലിയൊരു എക്സ്പീരിയൻസ് തന്നു എന്ന് മാത്രമല്ല, ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന, രാപകൽ എന്നേക്കാളും കൂടുതൽ ജോലി ചെയ്യുന്ന, കാരണം ഞാനത് പറയാൻ കാര്യം, ഞാൻ പണ്ട് തൊട്ടേ ഞാൻ വളരെയധികം ജോലി ചെയ്യുന്ന ഒരാളാണ്. എനിക്കറിയാവുന്ന പണി അത് മാത്രമേ ഉള്ളൂ, ജോലി ചെയ്യുക എന്നുള്ളത് മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്നേക്കാളും ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന ഒട്ടനവധി ഉദ്യോഗസ്ഥർ രാത്രി പകലൊന്നുമില്ലാതെ രാത്രിയിലെ ഫോൺ കോൾസ് എല്ലാം അറ്റൻഡ് ചെയ്ത്, രാത്രിയിൽ ഒരു വണ്ടി ബ്രേക്ക് ഡൗൺ ആയിപ്പോയാൽ അതിന് പകരം വണ്ടിയൊക്കെ ഉടൻ റോഡിൽ ഇറക്കുകയൊക്കെ ചെയ്യുന്ന ഒട്ടനവധി ഉദ്യോഗസ്ഥരെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ജീവനക്കാരെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അവരുടെ സത്പ്രവൃത്തികൾ അത് പലപ്പോഴും വളരെ പത്രങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ വരുന്ന സൽപ്രവൃത്തികൾ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. മനുഷ്യരെ അല്ലെന്നുണ്ടെങ്കിൽ ജനങ്ങളെ സ്നേഹിക്കുന്ന ഒട്ടനവധി ജീവനക്കാർ ഉള്ള ഒരു സ്ഥാപനമാണ്. അതുകൊണ്ടാണ് ആനവണ്ടി എന്ന് പറയുന്ന ഒരു വികാരമായിട്ട്, കേരളത്തിൻ്റെ ഒരു വികാരമായിട്ട് നിലനിൽക്കുന്നതും നിങ്ങളെപ്പോലുള്ള ജീവനക്കാരുടെ ആ ഒരു പ്രത്യേകത കൊണ്ടാണ്. എന്തായാലും ഇങ്ങനൊരു അവസരം തന്നിട്ടുള്ള എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് കൂടിയാണ്. പല ക്രൈസിസ് സമയത്തും അദ്ദേഹം കൂടെ നിന്ന് വളരെയധികം സപ്പോർട്ട് തന്നിട്ടുണ്ട്. കാരണം ചില നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ചില പ്രവണതകളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ആ കാര്യങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കരുത്തുറ്റ നേതൃത്വവും സപ്പോർട്ടും കൊണ്ട് മാത്രമാണ്. അല്ലാതെ നമ്മൾ ദൈവത്തെ പറ്റി പറയുന്നത് പോലെ നോട്ട് ഓൺ മൈ മെറിറ്റ് ബട്ട് ഓൺ ഹിസ് ഗ്രേസ് എന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ ആ സപ്പോർട്ടിന് നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ശ്രീ AK ശശീന്ദ്രൻ, അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഞാൻ വന്നത്. അദ്ദേഹത്തിന് എനിക്ക് വളരെ ചെറുപ്പകാലം മുതലേ അറിയാം. ആ കാലത്താണെന്നുണ്ടെങ്കിലും എനിക്ക് വളരെ നല്ല രസകരമായിട്ട് ജോലി ചെയ്യാനായിട്ട് അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടുണ്ടായിരുന്നു. അദ്ദേഹമാണെന്നുണ്ടെങ്കിൽ എൻ്റെ പ്രയോറിറ്റീസ് പലതും പറഞ്ഞു തന്നു. അതും എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഞാൻ ഏറ്റവും എൻജോയ് ചെയ്ത് ശ്രീ ആൻ്റണി രാജുവിൻ്റെ കാലത്താണ്. ഞങ്ങൾ ഏതാണ്ടൊരു എന്നെക്കാളും പ്രായക്കൂടുതലുണ്ടല്ലോ, ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ, അതിനേക്കാൾ ഉപരി ഒരു സുഹൃത്തിനെ പോലെ തമാശയൊക്കെ പറഞ്ഞു ആ രീതിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോകാനായിട്ട് വളരെയധികം സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മോട്ടോർ വെഹിക്കിൾസിലെ ശ്രീജിത്ത്, അദ്ദേഹവും ഇതുപോലെ തന്നെ വളരെ അടുപ്പമുള്ള ഒരാളാണ്. അതിനു മുമ്പ് അജിത് കുമാർ സാറായിരുന്നു. ശ്രീജിത്ത് സാറും അതുപോലെ പ്രമോദും ഒക്കെ അവിടെ വയ്ക്കുന്ന അവരുടെ പൂർണ്ണ സപ്പോർട്ടുണ്ടായിരുന്നു. 1-2 പേരുമായിട്ടൊക്കെ അതും KSRTCക്ക് വേണ്ടിയാണ്. അതിനുശേഷം അവരുടെയൊക്കെ ഫയലുകളൊക്കെ ഞാൻ എക്സോണറേറ്റ് ചെയ്ത് ഒരു സെൻഷറൊക്കെ ആയിട്ട് മാറ്റി കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഒക്കെ തന്നെ വലിയ സപ്പോർട്ടാണ് ഈ കാലയളവിൽ കിട്ടിയിട്ടുള്ളത്. അതായത് ആ ഉദ്യോഗസ്ഥരെല്ലാവരും എന്തോ ഇത് നല്ലൊരു ഉദ്യമമാണ്, നമുക്ക് സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് മോട്ടോർ വെഹിക്കിൾസ് ഉദ്യോഗസ്ഥർ KSRTCയെ സപ്പോർട്ട് ചെയ്തത്. അങ്ങനെ എല്ലാം കൊണ്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വന്നിട്ടുള്ള മന്ത്രി അദ്ദേഹമാണെന്നുണ്ടെങ്കിൽ പണ്ട് തൊട്ടേ ഞങ്ങൾ സുഹൃത്തുക്കളാണ്. പക്ഷെ ഞാൻ പറഞ്ഞു, എനിക്ക് KTDFC ഇതുള്ള എന്ന് വെച്ചാൽ നമുക്ക് ഒരാൾക്ക് ഒരു ഉപകാരം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആ പോസ്റ്റിൽ നമ്മൾ ഇരിക്കരുതെന്നുള്ളതാണ്. KSRTCയിൽ എൻ്റെ ഏറ്റവും വലിയ വിഷമം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളുടെ കല്യാണമായിക്കോട്ടെ, അതല്ലെങ്കിൽ അസുഖമായിക്കോട്ടെ, അതൊക്കെ വരുമ്പം നമുക്കെന്താണ് കൈ അയച്ച് നൽകാനായിട്ട്, സഹായം നൽകാനായിട്ട് സാധിക്കുന്നില്ല. 1 ലക്ഷമായിട്ടും 1.5 ലക്ഷമായിട്ടും 50,000 ചുരുക്കുക എന്ന് പറയുന്നത് അത് ഒരു വളരെ മെക്കാനിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല, ഒരു വികാരമില്ലാതെ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അതേസമയം ഒരാളെ സസ്പെൻഡ് ചെയ്യണം, ഒരാളെ പിരിച്ചുവിടണം, അതൊന്നും എനിക്ക് യാതൊരു വികാരവും തോന്നാറില്ല. കാരണം വെച്ചാൽ അയാൾ സ്ഥാപനത്തിന്, അല്ലാതെ എനിക്കെതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞ് എന്നെപ്പറ്റി എത്രയോ ആൾക്കാർ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്, പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്, മൈക്ക് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ 153 ദിവസത്തോളം എന്നെക്കാളും മോശമായിട്ടുള്ള ആളില്ല എന്ന് പറഞ്ഞിട്ടും ഞാൻ ഒരു ദിവസം പോലും അവർക്കെതിരായിട്ട് പ്രതികരിക്കുകയോ ഒരു ദിവസം പോലും അവർക്കെതിരായിട്ട് ശിക്ഷണ നടപടി എടുക്കുകയോ ഇത് ചെയ്തിട്ടില്ല. എനിക്ക് വിഷമം ഉണ്ടായിട്ടുള്ളത് എൻ്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തിയപ്പോൾ മാത്രമാണ് വിഷമമുണ്ടായത്. കാരണം ഞാൻ മാത്രമാണ് വില്ലൻ എന്നുള്ള രീതിയിൽ ചിത്രീകരിക്കാനായിട്ട് ചില ആൾക്കാർ അത് ശ്രമിച്ചത്. വീട്ടുകാരെന്ത് ചെയ്തു? ഞാൻ പ്രത്യേകിച്ച് യാതൊരു ശമ്പളമോ എന്തിന് TA അങ്ങനെയുള്ള ആനുകൂല്യങ്ങളൊന്നും വാങ്ങിക്കാതെ
KSRTCയുടെയോ മോട്ടോർ വെഹിക്കിൾസിൻ്റെയോ ഞാനിരുന്ന എല്ലാ വകുപ്പിലും ഞാൻ എൻ്റെ സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി വണ്ടി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ വണ്ടി ഉൾപ്പെടെ അതിനുള്ള തുക ഞാൻ നൽകിയിട്ട് ആണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. എനിക്ക് പറയാൻ പറ്റും, വളരെ ചുരുക്കം ഓഫീസേഴ്സ് മാത്രമേ അങ്ങനെ. അല്ലെങ്കിൽ കേരളത്തിൽ 100ഓളം ശാഖകളുള്ള KSRTCക്ക് എവിടെയെങ്കിലും ഞാനൊരു ഇൻസ്പെക്ഷൻ വെച്ചാൽ അവിടം വരെ പോകാം. അത് ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെ ഞാൻ ഒരു നിസ്വാർത്ഥ സേവനം എന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം KSRTC പോലൊരു വലിയ ഓർഗനൈസേഷൻ നയിക്കുക എന്ന് പറയുന്ന ഒരു അഭിമാനത്തിൻ്റെ പ്രശ്നമായിരുന്നു, പഠിക്കാനുള്ളൊരു അവസരമായിരുന്നു. അന്നേരം എൻ്റെ വീട്ടിലേക്കാണെന്നുണ്ടെങ്കിൽ മാർച്ച് നടത്തേണ്ട കാര്യമില്ല. വീട്ടുകാരെന്ത് ചെയ്തു? മാർച്ച് നടത്തേണ്ടത് എൻ്റെ വീട്ടിലേക്കാണെന്നോ എന്ന് അന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ വീട്ടിലേക്കാണെന്നോ മാർച്ച് നടത്തേണ്ടത്? വിത്തിൻ ദ കൺസ്ട്രെയിൻസ് ചെയ്യാവുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുമായിരുന്നു. അതല്ലാതെ അങ്ങനെ ചില ആൾക്കാരൊഴികെ ബാക്കി ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ മോശമായിട്ട് പറഞ്ഞപ്പോഴൊന്നും ഞാൻ പ്രതികരിച്ചിട്ടില്ല. പക്ഷേ നമുക്കൊരാൾക്ക് സഹായം നൽകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ പിടിപ്പുകേടാണ്. ശമ്പളം കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിടിപ്പുകേടാണ്. ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്ത് കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ഏറെക്കുറെ ഇതേപോലുള്ളൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ KTDFCയിൽ അതിപ്പം ഗവൺമെൻറ് പരിഹാരം എല്ലാം ഉണ്ടാക്കി വരുന്നു. എന്നാൽ പോലും കഴിഞ്ഞ നവംബർ തൊട്ട് ഞാൻ അനുഭവിച്ചിട്ടുള്ള ഹൃദയവേദന എന്ന് പറയുന്നത്, റിട്ടയർ ചെയ്തിട്ടുള്ള ആൾക്കാർ, സുഖമില്ലാത്ത ആൾക്കാർ, അവരവരുടെ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് KTDFCയിൽ കൊടുത്തു കഴിയുമ്പോൾ തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. അതിപ്പം ഗവൺമെൻറ് നല്ല നടപടികളൊക്കെ എടുത്ത് ഇതിനിടെ തന്നെ കുറച്ചധികം പൈസയൊക്കെ തരാനായിട്ട് ശ്രമിച്ചു. അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ പിടിച്ച് നിൽക്കുകയാണ്. പക്ഷെ അന്ന് അതും ഒരു പ്രയാസമല്ല, അതിനേക്കാൾ ഉപരി നമുക്കൊരു ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ നീണ്ട ഒരു കാലയളവാകുമ്പോഴത്തേക്ക് ആർക്കായാലും ഫുൾ പൊട്ടൻഷ്യൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് മെക്കനൈസ്ഡ് ആയി പോകും. പുതിയ നേതൃത്വത്തിൽ ശ്രീ ഗണേഷ് കുമാർ അവർ മന്ത്രിയായിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് KSRTCയെ സംബന്ധിച്ചിടത്തോളം പ്രമോജിനെ പോലെ കരുത്തനായിട്ടുള്ള ഓൾ ഇന്ത്യ സർവീസിൽ നിന്ന്, അത് മദ്രാസ് IITയിൽ നിന്ന് MTech മറ്റുമൊക്കെ എടുത്ത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ MTech എടുത്തിട്ടുള്ള പ്രമോജ് അവിടെ ഉണ്ട്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഓഫീസേഴ്സ് അവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പല തലങ്ങളിലേക്ക് ഇപ്പം പ്രൊമോഷൻ കൂടെ നടപ്പാക്കി കഴിഞ്ഞാൽ വളരെ മിടുക്കരായിട്ടുള്ള പല ഉദ്യോഗസ്ഥരും പല തലങ്ങളിലും വരുന്നുണ്ട്. എല്ലാവരും കൂടെ ഒത്തുപിടിച്ചു കഴിഞ്ഞാൽ KSRTC മുന്നോട്ട് പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ എപ്പോഴും മനസ്സിലുണ്ടാകണം. 2030 അപ്പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടെ പുതിയ സ്ട്രാറ്റജീസുമായിട്ട് നിൽക്കണം. അല്ലാതെ പഴയ സ്ട്രാറ്റജിയുമായിട്ട് നിന്ന് കഴിഞ്ഞാൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കത്തില്ല. കാരണം അത്രയ്ക്കധികം വെല്ലുവിളികളാണ് നമ്മൾ നേരിടുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും എന്നെ സഹായിച്ചിട്ടുള്ള ഈ ഒരു ലോങ് ടെന്യൂറിൽ എന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുള്ള, പ്രത്യേകിച്ച് പേരെടുത്ത് പറയുന്നത് ശരിയല്ല, ഏതാണ്ട് ഒരു 90% അല്ലെങ്കിൽ 95% അല്ലെങ്കിൽ 98% ജീവനക്കാരും അതുപോലെ തന്നെ ഓഫീസർമാരും സഹായിക്കുകയും ഒരു കൂട്ടായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗവുമായിട്ട് മാത്രമാണ് എന്തെങ്കിലുമൊക്കെ ആ സ്ഥാപനത്തിൽ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇനി നമുക്ക് കാണാം. തീർച്ചയായിട്ടും ഒരു പുതിയ ലീഡർഷിപ്പിൻ്റെ നേതൃത്വത്തിൽ നിങ്ങൾ ഇതിനേക്കാളും കുതിച്ചു കയറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും എനിക്കില്ല. അങ്ങനെ ഞാനിരുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ എനിക്ക് എടുത്തു പറയാവുന്ന പല ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. ഒരു ബേസ് ഇട്ടതിന് അതിന് മുകളിലാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ, ഉദാഹരണത്തിന് ലോട്ടറീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ 587 കോടി രൂപയിൽ കടന്ന ലോട്ടറീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഞാൻ ഇറങ്ങുമ്പോൾ 2800 കോടി രൂപ വിറ്റുവരവിലേക്ക് കൊണ്ടുവന്നു. അതിനുശേഷം വന്നിട്ടുള്ള മിടുക്കരായിട്ടുള്ള ഭരണാധികാരികൾ, ഇപ്പോൾ ഇരിക്കുന്ന റെൻ ഉൾപ്പെടെയുള്ള മിടുക്കരായിട്ടുള്ള ഭരണാധികാരികൾ അത് 12,000 കോടി രൂപ വരെ എത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മിടുക്കരായിട്ടുള്ള KSRTCയിലെ ഭരണാധികാരികൾ നമ്മുടെ ഈ പ്രയാസങ്ങളെല്ലാം മാറ്റി KSRTCയിലെ ഒരു പുതിയ യുഗത്തിലേക്ക്, ഒരു പുതിയ പിറവിയിലേക്ക് കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും നമുക്ക് വീണ്ടും കാണാം. ഈ KSRTCയും KSRTCയിലെ എല്ലാവരും എൻ്റെ മനസ്സിലുണ്ടാകും എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.